ക്യൂട്ടീസ്, അപ്പോൾ ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ട് എന്നാലും പറയാം. ഒരു സ്ക്വയർ പീസ് എടുക്കുക, അതിനെ ഞാൻ കാണിക്കുന്ന പോലെ കോണായിട്ട് മടക്കുക, അതിൻ്റെ താഴോട്ട് മടക്കിയ ശേഷം പിന്നെ ആ താഴെ ഒന്നുകൂടെ മടക്കിയ ശേഷം പിന്നെ ഗ്ലൂ ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ ഒരു സ്റ്റാറിൻ്റെ ഒരു പീസ് മാത്രമാണ്, ഒരു ഇതൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുപോലത്തെ എത്രയാണ് 5 എണ്ണം ഉണ്ടാക്കുക, 6 എണ്ണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്യുമ്പം ഓൾറെഡി നമ്മുടെ ഒരു ക്രിസ്മസ് സ്റ്റാറായി മാറും. ഇതുപോലെ എത്ര ക്രിസ്മസ് സ്റ്റാർ വേണമെങ്കിൽ, ഏത് ഡിസൈനിൽ വേണമെങ്കിൽ, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീടിനകത്തൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അതുപോലെ വലിയൊരു സ്റ്റാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വോൾ ഡെക്കറിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കുറേ സ്റ്റാർ ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഇതിനെല്ലാം കൂടെ ഇങ്ങനെ തൂക്കിയിടാൻ പോവുകയാണേ. ഇത് കാണിക്കാൻ വേണ്ടി ഇതിനകത്തൂടെ ഞാനിങ്ങനെ എല്ലാം ഒരു നൂല് പോലെ കെട്ടിയ ശേഷം ഇതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ, എന്നിട്ട് അതിലെല്ലാം ഒട്ടിച്ച് വെക്കുകയാണ്. പിന്നെ അതിന് മുകളിൽ നമ്മുടെ ഫെയറി ലൈറ്റ് കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഇതിപ്പോൾ രാത്രിയാണ്, ലൈറ്റ് ഇടാതെ കാണുമ്പോൾ നല്ല സൂപ്പറാണ് കാണാൻ. എത്രമാത്രം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല സൂപ്പറാണ്. വീഡിയോ എടുക്കുന്നത് എൻ്റെ ക്യാമറമാൻ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വേറെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ പല ലൈറ്റ് ഇങ്ങനെ റെഡും പല പല ലൈറ്റ് ഉണ്ട്. അതിട്ടിപ്പം പല പല രസമായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ ക്രാഫ്റ്റ് കഴിഞ്ഞു, ഇനി അടുത്ത ക്രാഫ്റ്റ്. ഇനി നമുക്ക് ബോട്ടിലിനകത്ത് ഒരു ക്രിസ്മസിൻ്റെ ഒരു ഇതുണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗ്രീൻ ബോട്ടിലുള്ളായിരുന്നു. വെള്ള ബോട്ടിലായിരുന്നു ഏറ്റവും സുഖമായിരുന്നു. വെള്ള ബോട്ടിൽ കിട്ടുമ്പോൾ വേറെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഗ്രീൻ ബോട്ടിലിന് മുകളിൽ ഞാനിങ്ങനെ ഉണ്ടാക്കി. ഇത് ഞാൻ ഇച്ചിരി ഒത്തിരി ഒന്നും കട്ട് ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടോട്ടെന്ന് വെച്ചാൽ, കാരണം ഇത് ചെയ്യുന്നത് ഇച്ചിരി ഡിഫറെൻ്റ് ആയതുകൊണ്ട്. കാരണം ചിലപ്പോൾ തെന്നി പോകും. അപ്പോൾ നമ്മൾ അക്രലിക് പെയിൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ തീം തന്നെ നമ്മുടെ സ്നോമാനെയും നമ്മൾ ക്രിസ്മസ് ട്രീയും ഒക്കെ അടിച്ച് പിന്നെ കുറേ മഞ്ഞുകളൊക്കെ നമ്മുടെ മഞ്ഞിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുമല്ലേ, മഞ്ഞിനെയൊക്കെ വരച്ച് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ലാമ്പായിട്ടും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ബോട്ടിൽ പെയിൻറ്റ്. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ക്രിസ്മസ് തീം ആയതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മരങ്ങളിൽ മുകളിലൊക്കെ ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി വരച്ച് കൊടുക്കുകയാണ്. അത് ഞാൻ ഒത്തിരി കട്ട് ചെയ്തിട്ടില്ല, ബോറടിപ്പിക്കുമല്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിലർക്ക്, ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് കാണാൻ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ചില വീഡിയോ കണ്ടാൽ നമുക്ക് ഷോർട്സിൽ കണ്ടാൽ ശരിക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കണ്ടു വെക്കാം. അപ്പോൾ മുകളിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റാർ ഉണ്ടാക്കി അതോടെ തീർന്നു. ഇനി അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പലതരത്തിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പറ്റും. പേപ്പർ കൊണ്ടുള്ള നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്. ഞാൻ ആദ്യം വെച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാർ, ഈ പേപ്പർ സ്റ്റാർ ഉണ്ടാക്കി ഒട്ടിക്കാം. അപ്പോൾ അത് ഒത്തിരി നേരെ ഇരിക്കാം. അപ്പോൾ അത് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു പച്ച പേപ്പറിന് കോൺ പോലെ മടക്കി, അതിന് ശേഷം ഒരു ബ്രൗൺ പേപ്പർ താഴെ നമ്മൾ അതിന് സ്റ്റാൻഡ് പോലെ ഉണ്ട്, അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം അതിന് മുകളിൽ ഫെവിക്കോൾ പുരട്ടിയ ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ കോണിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ട്രീ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത്. അഥവാ നിങ്ങൾക്ക് താഴെ ഒന്നുകൂടി നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബ്രൗൺ പേപ്പറിൻ്റെ തടിയിൽ വേറെ ഒരു സ്റ്റാൻഡ് പോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ എൻ്റെ ഒരു കറക്റ്റ് പച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട ഈ പച്ച പേപ്പറുണ്ട്. കാരണം അതിനകവും വശം വെള്ളയായിരുന്നേ. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒന്നിച്ച് ഒട്ടിച്ചാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കെട്ടായിട്ട് എടുത്ത് ഒരു സൈഡ് കെട്ടി അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഫുൾ ഗ്രീൻ ആക്കുന്നതിന് ഭേദം എനിക്ക് റെഡും ഗ്രീനും കൂടെ ചേർന്ന് നമ്മളൊരു പ്രത്യേക ട്രീ, അപ്പോൾ ആ ട്രീ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ സ്റ്റാറും ഇങ്ങനെ പല പല അലങ്കോലപ്പലകൾ നമ്മൾ ട്രീയിലുണ്ടാക്കുക. അതിന് പകരം നമ്മളിങ്ങനെ ഒന്നിൽ കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സ് ഇല്ല, അതിനെ ഇങ്ങനെ പഞ്ച് ചെയ്തിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ഷേപ്പ്ഡ് പഞ്ചുണ്ടെങ്കിൽ അതുണ്ടാക്കാം. എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ സാധാരണ പഞ്ചിൽ തന്നെ നമ്മുടെ ഗ്ലിറ്റർ പേപ്പറും സാധാരണ പേപ്പറും എല്ലാം വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുകയാണ്, ഒരു രസത്തിന് വേണ്ടി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലൈറ്റൊക്കെ ഇടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും ലൈറ്റ് ഇട്ടാൽ ഒരു സുമാറിലെന്ത് ഇനിയുള്ളതിനെല്ലാം ലൈറ്റ് ഇടുമല്ലേ. അപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുകയാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് ബോട്ടിലുണ്ടാക്കിയില്ലേ, അത് ഉണങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നേ. അതിൻ്റെ ഫുൾ ഉണങ്ങപ്പലക്ക് കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ ക്യാപ്പിൻ്റെ അവിടെ അത് മറയ്ക്കാൻ വേണ്ടി ഒരു പേപ്പർ കൊണ്ട് തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കി മുകളിലൊരു ചുമ്മാ ഒരു തൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് ഒരു ചെറിയ എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയ ഇതില്ലായിരുന്നു, ലേസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു രസം. അപ്പോൾ അതിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തൊരു ഫെയറി ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കത്തട്ടെ, ക്രിസ്മസിന് ഈ ലൈറ്റൊക്കെ ഇല്ലേ, എന്താ രസുഖം അല്ലേ. അപ്പോൾ നമ്മുടെ ട്രീ അങ്ങപ്പുറത്തിരിപ്പുണ്ട്. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ക്രിസ്മസ് ക്രാഫ്റ്റും ഏകദേശം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാത്രി നല്ലോണം കത്തുന്ന നമ്മുടെ സ്നോമാനും ക്രിസ്മസ് ട്രീക്ക് എന്ത് രസമാണ് ഇതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ. ഈ ലൈറ്റ് ഇട്ട് വരുമ്പോൾ പച്ചയായതുകൊണ്ട് ഒരു വേറെ കളർ, വെള്ളയാകുമ്പോൾ വേറെ കളറായിരിക്കും. അപ്പം നമ്മുടെ ക്രിസ്മസ് ബോട്ടിൽ നമ്മുടെ ഒരു ലാമ്പ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറകെ നമ്മുടെ ട്രീയും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ അങ്ങപ്പുറത്ത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ചെറിയ ഷോർട്ട്സ് ഇട്ടതാണ് അതൊക്കെ. എന്നാലും ഞാൻ ഇതിനകത്ത് ചെറിയ ചെറിയ പാർട്സ് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് ബോറടിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം, ഫുൾ വീഡിയോ ഒക്കെ കാണണേ. അപ്പോൾ നമ്മുടെ
ഒരുമാതിരിപ്പെട്ട ഈ ബോട്ടിലിൻ്റെയും ട്രീയുടെയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് കുറേ പേരാകുന്ന കാണുന്നുണ്ടോ? ഇനി അടുത്ത നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് കാർഡാണ്. ഈ കാർഡ് ഞാൻ ഓൾറെഡി ഞാൻ ഷോർട്ട്സ് ഇട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാം. ഒരു പച്ച പേപ്പർ എടുക്കുന്നു, 4ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഷോർട്ട്സ് ഇട്ടില്ല കേട്ടോ, എടുക്കുന്നു. പിന്നെ എന്നിട്ട് ഒരു പേപ്പറിനെ എടുത്ത് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ 3 സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ചെറുതായി മടക്കി കൊടുത്ത ശേഷം പിന്നെ നടുക്കൊരു റെക്റ്റാങ്കിൾ വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഇപ്പോൾ അകത്ത് നമ്മൾ മടക്കി അതിൻ്റെ സൈസിൽ വേണം നമുക്ക് ബാക്കി പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഒരു പേപ്പറേ എടുത്തുള്ളൂ, അതേ സൈസിൽ വരച്ച് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതിനകത്ത് ഫിറ്റാകുന്ന രീതിയിൽ അതിൻ്റെ സെയിം സൈസിൽ, അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു പേപ്പർ കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒട്ടിക്കാനുണ്ട്. അപ്പം മറ്റേ താഴെ വെച്ചിരിക്കുന്ന ആ പേപ്പറിൻ്റെ സൈസിലാണ് ഞാൻ മറ്റ് 2 പേപ്പറും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 പേപ്പറുണ്ട്. നിങ്ങളുടെ വൈറ്റ് പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 4 പേപ്പർ വേണം. അതായത് ഒരു വലിയ ചാർട്ട് പേപ്പർ A4 സൈസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഇല്ലേ, അത് യൂസ്, അതുകൊണ്ടാണ് 4 കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ലാഡറും ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു ക്യൂട്ട് പപ്പി സ്റ്റാർ പിടിച്ചുകൊണ്ടിരിക്കുന്ന പപ്പിക്കുട്ടനെ ഉണ്ടാക്കിയതുകൊണ്ട്. ഇപ്പോൾ ഇച്ചിരി ലൈറ്റ് കുറവായിരിക്കും, കാരണം ഞങ്ങളുടെ ലൈറ്റ് പോയപ്പോഴാണ് ഇത് പെട്ടെന്ന് എടുത്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ലൈറ്റ് കാണും. അപ്പോൾ എനിവേ നമ്മൾ ഉണ്ടാക്കിയ ലാഡർ നമ്മൾ വേറൊരു പേപ്പർ ആദ്യം ആ റെക്റ്റാങ്കിൾ സൈസിന് കറക്റ്റാണെന്ന് വെച്ച് നോക്കിയ ശേഷം നമ്മളത് അകത്ത് കയറുന്ന സൈസിലാണെന്ന് വെച്ചാൽ മറ്റേ പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അകത്ത് കയറുന്നതാണോന്ന് വെച്ചാൽ സൈസിലായിരിക്കണം, അതിന് വേണ്ടിയാണ്. അകത്ത് കയറ്റണ്ട ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയ ശേഷം നോക്കുവാണ് ഞാൻ എവിടെയൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ഏകദേശം ഒരു ധാരണ വെക്കുവാണ്. അപ്പം അതിനുശേഷം നമ്മൾ ഈ പേപ്പറിൽ ആ ലാഡർ വെച്ച പേപ്പർ പുറച്ചത്തോട്ട്, കാരണം എൻ്റെ കളർ പേപ്പർ ആയതുകൊണ്ട് എനിക്ക് 3 പേപ്പർ മതിയായിരുന്നു. നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ വൈറ്റ് പേപ്പർ ഒട്ടിച്ച ശേഷം ഒരു കളർ പേപ്പർ വെക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതായത് അതേ കറക്റ്റ് ആ ഹോളിനകത്ത് വരണം. അതിനുവേണ്ടി അതിൻ്റെ മുകളിലത്തെ ഭാഗം വിട്ടിട്ട് ശേഷം ബാക്കി 2 സൈഡും താഴെയും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ട്രീയും ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് ഇനി ഒരു എക്സ്ട്രാ പേപ്പറില്ലേ, ആ 3ാമത്തെ പേപ്പർ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്, നമ്മൾ കയറ്റി കൊടുക്കുകയാണ്. കാരണം ഇതിനകത്താണ് ഇനി നമ്മൾ അടുത്ത ആളെ നമ്മൾ പപ്പിക്കുട്ടനെ വെക്കാൻ പോകുന്നത്. അതിന് നമ്മളൊരു ഫോം ഡബിൾ സൈഡ് ടേപ്പില്ലേ, ഫോം ടേപ്പ് ഇച്ചിരി പൊങ്ങിയിരിക്കുന്നത്, അത് നമ്മളിങ്ങനെ ഇതിങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റാറും കൊണ്ടുവന്ന് ഈ ട്രീയുടെ മുകളിൽ വെക്കുന്ന രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ അതുപോലെ രീതിയിൽ ഏത് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വേണമെങ്കിലും വരയ്ക്കാമേ. ഉദാഹരണം നിനക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ഗ്ലിറ്ററും ഒക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ മുകളിലോട്ട് വലിക്കുമ്പോൾ ആ സ്റ്റാറുമായിട്ട് മുകളിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അതാണ് നമ്മുടെ ക്രിസ്മസ് കാർഡ് കേട്ടോ. അത്രയും കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ ത്രെഡിൻ്റെ കാർഡും ബാക്കി ക്രാഫ്റ്റുകളൊക്കെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഇതൊരു വെറൈറ്റി കാർഡുകളാണ്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ തോന്നുന്നു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഷോർട്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ചുമ്മാ ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ പണ്ടത്തെ ക്രിസ്മസ് ഒരു പ്രത്യേക തരത്തിലുള്ള ട്രീ, പിന്നെ നമ്മുടെ ക്രിസ്മസ് സ്റ്റിക്കേഴ്സ്, പിന്നെ ഉള്ളത് നമ്മുടെ ക്രിസ്മസിൻ്റെ തന്നെ പ്ലാനർ ഉണ്ടാക്കിയായിരുന്നു, ക്രിസ്മസിൻ്റെ പിന്നുണ്ടാക്കിയായിരുന്നു, നമ്മുടെ ആടുന്ന സാൻഡേ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ പഴയ ടൈപ്പിലെ ഒരു ഓൾഡ് ടൈപ്പിൽ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ പേപ്പർ കൊണ്ടുള്ള ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെടാ, ബൈ, ഹാപ്പി ക്രിസ്മസ്.